ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഷംജിത എന്ന് പറയുന്ന സ്ത്രീ ബസ്സിൽ വെച്ച് ദീപക് അയാളെ തട്ടി എന്ന് പറഞ്ഞ് റീൽ എടുത്ത് പോസ്റ്റ് ചെയ്ത് അയാളെ കൊലയ്ക്ക് കൊടുത്ത വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ശ്രീലക്ഷ്മി അറക്കൽ, ദ സ്യൂഡോ ഫെമിനിസ്റ്റ്. ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവം. ഇവളെ പോലുള്ള ഒരുത്തിയാണ് ഈ നാടിന്റെ ശാപം. ഇവളെയൊക്കെ ആദ്യം അടിച്ച് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവൾ ഇറങ്ങി. നന്നായി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞ ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇവള് തന്തയില്ലാത്തവളാണ്, ഇവള് തന്തയില്ലാത്തവളാണ്, ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവള് തന്തയില്ലാത്തവളാണെന്ന്. അത് തെളിയിച്ചു. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. നന്നായി. കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ. ഇതിനകത്ത് എവിടെ അടി, ഇതിനകത്ത് എവിടാണ് അവളെ പീഡിപ്പിച്ചത്? എവിടാണ് പീഡിപ്പിച്ചത്? നീ കണ്ടോ അവളെ പീഡിപ്പിക്കുന്നത്? നാളെ ഇവള് ഇറങ്ങും. ഇവളെങ്ങാണം നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ ഭാഗത്തോ ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടണം സുഹൃത്തുക്കളെ. ആണുങ്ങടുത്താണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവളെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ മറ്റേ കണ്ണിൽ കൂടെ നോക്കിയെന്നും പറഞ്ഞ് ഇവള് കൊണ്ട് കേസ് കൊടുക്കുന്ന വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? സ്യൂഡോ ഫെമിനിസ്റ്റുകളാണ് സത്യത്തിൽ നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തിന് തന്നെ ശാപം. ഉള്ള കാര്യം പറയാം, ഇവളെന്ന് ഒരു സപ്പോർട്ടിനും ഒരു രീതിയിലുള്ള സപ്പോർട്ടിനും ഒരു സ്ത്രീയും സമീപിക്കരുത്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ പോലും ഇവിടെ അടുത്തൊന്നും പോകും. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തൂക്കിയല്ലോ നാദാ. എന്താ ഉറക്കം വരുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം.